أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون. വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ 15-ാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: വിശ്വാസികളെ കാണുമ്പോൾ ഈ പ്രവാചകനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. തങ്ങളുടെ പിശാചുക്കളുമായി അവർ തനിച്ചാകുമ്പോൾ നിശ്ചയമായും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നവർ പറയും. ഈ ആയത്തിന് തഫ്സീർ നൽകിക്കൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു: വൈസ ഖലൗ ഇലാ ഷയാത്തീനിഹിം എന്ന ആയത്തിൽ ഷയാത്തീന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫിറുകളുടെയും മുനാഫിക്കീങ്ങളുടെയും അഥവാ കപട വിശ്വാസികളുടെയും നേതാക്കളെയാണ്. ഈ ആയത്തിൽ ഷയാത്തീന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഹങ്കാരവും ഗർവവും കാരണം അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകന്നു നിൽക്കുന്നവരും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമീപത്തേക്ക് വരാൻ വിസമ്മതിക്കുകയും മറ്റുള്ളവരെ നേർവഴിയിലേക്ക് വരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന കാഫിറുകളെയും മുനാഫിക്കീങ്ങളുടെയും നേതാക്കളെയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, കാഫിറുകളും പറയും, റബ്ബന ഇന്ന അതഅന സാദതന വ കുബ്റാഅന ഫഅളല്ലൂന സബീല. അൽ അഹ്സാബ് 28-ാമത്തെ വചനം. അതായത്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളുടെയും വലിയവരുടെയും വാക്കുകൾ അനുസരിച്ചു, അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു. ഇവർ തന്നെയാണ് മുനാഫിക്കീങ്ങളെ അതാ കപട വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും മുസ്ലിങ്ങളുടെ പുരോഗതി കണ്ട് അസൂയപ്പെടുകയും സത്യത്തിൽ നിന്ന് അകന്നവരായി നിൽക്കുകയും ചെയ്യുന്നവർ, മുസ്ലിങ്ങളുമായി തർക്കിച്ചു കൊണ്ടിരിക്കുകയും അവരുടെ നാശത്തിന് കാരണമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മുഴുകുകയും ചെയ്യുന്നവരാണവർ. ഇവിടെ ശൈത്വാൻ എന്നതുകൊണ്ട് പിശാചിനെ അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഈ വാക്കിൻ്റെ ഉപയോഗം യഹൂദ ക്രിസ്ത്യൻ നേതാക്കളെ അവഹേളിക്കാനല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബാക്കളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതായി കാണാം: ഒറ്റക്ക് യാത്ര ചെയ്യുന്നവൻ യാത്രയുടെ പ്രയാസങ്ങളുടെ സാഹചര്യത്തിൽ തന്നെ നാശത്തിലേക്ക് നയിക്കുന്നവനാണ്. 2 പേർക്കും ഇതേ അവസ്ഥയാണ്. 3 പേരാണെങ്കിൽ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഷയാത്തീന എന്നതിൻ്റെ അർത്ഥം യഹൂദ നേതാക്കളുടെ ശൈത്താൻ എന്ന അർത്ഥത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് സ്വഹാബാക്കളും മറ്റ് പണ്ഡിതന്മാരുമെല്ലാം തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇബ്നു ജരീർ ഇബ്നു അബ്ബാസിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്രകാരം ഉദ്ധരിക്കുന്നുണ്ട്: ഇസാ ഖലൗ ഇലാ ഷയാത്തീനിഹിം മിനൽ യഹൂദില്ലദീന യഅ്മുറൂനഹും ബിൽ തക്സീബ്. അതായത്, ഷയാത്തീന എന്നതുകൊണ്ട് മുനാഫിക്കീങ്ങളുടെ യഹൂദ സുഹൃത്തുക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ ഇസ്ലാമിനെ നിഷേധിക്കാൻ അവരെ പഠിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഇബ്നു ജരീർ ഖതാദയുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നു: വൈസാ ഖലൗ ഇലാ ഷയാത്തീനിഹിം എന്നതിൻ്റെ അർത്ഥം അവർ ബഹുദൈവ വിശ്വാസികളായ സഹോദരന്മാർ. അതുപോലെ ഇബ്നു ജരീർ മുജാഹിദിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നു: അസ്ഹാബുഹും മിനൽ മുനാഫിഖീന വൽ മുശ്രിക്കീന, അവരുടെ മുനാഫിക്ക് ബഹുദൈവ വിശ്വാസി സുഹൃത്തുക്കൾ. അതുപോലെ ഇബ്നു ജരീർ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിൻ്റെ വാക്കുകൾ ഇപ്രകാരം വരുന്നു:
ഷയാത്തീന എന്നതുകൊണ്ട് റുഊസുഹും ഫിൽ കുഫർ, അവരുടെ അവിശ്വാസത്തിൻ്റെ നേതാക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുസ്തസിഊൻ എന്നത് ഇസ്മ ഫഅലിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഇത് സ്ഥിരതയും തുടർച്ചയും സൂചിപ്പിക്കുന്നു. മുനാഫിക്കുകൾ അഥവാ കപടവിശ്വാസികൾ തങ്ങൾ മുസ്ലിങ്ങളെ കണ്ടുമുട്ടുമ്പോഴെല്ലാം പരിഹാസത്തോടെ മാത്രമാണ് കണ്ടുമുട്ടുന്നതെന്ന് കാണിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. വാഹൃദ വനാനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.